ഒരു സെക്കൻഡ്. ഇത് ഉപയോഗിച്ചിട്ട് എന്നെ സ്കാൻ ചെയ്യാൻ പറയാൻ സാധിക്കും, അറിയാൻ സാധിക്കും. നെഗറ്റീവായി അല്ലേ? മനസ്സിലാവുന്നത് നെഗറ്റീവായി. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ചില ഓർമ്മകൾ ഉണ്ടാകും. നമ്മളെ ഒരുപാട് ട്രോമകളിലേക്ക് കൊണ്ടുപോയ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത ചില ഓർമ്മകൾ, എന്നാൽ നമ്മൾ മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓർമ്മകൾ. അത്തരം ഓർമ്മകളെ എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അത്തരം ഓർമ്മകളെ എങ്ങനെ മറക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് റെയ്ക്കി മാസ്റ്ററും പ്രാണിക് ഹീലറും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഷാജിരാമൻ സാറാണ്. അദ്ദേഹം ആത്മസാധന സിദ്ധ ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്റർ നടത്തി വരികയാണ്. സാർ നമസ്കാരം. നമസ്തേ. നമ്മൾ റെയ്ക്കി ഹീലിംഗിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു തരത്തിലുള്ള നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ചില ഓർമ്മകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് സംഭവിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്നതിനിടയിൽ സംഭവിച്ചതായിരിക്കാം. അത്തരം ഓർമ്മകളെ പൂർണ്ണമായി മായ്ച്ചു കളയാൻ സാധിക്കുമെന്നാണോ പറയുന്നത്? ഓർമ്മകള് കുട്ടിക്കാലത്തുള്ളതാണെങ്കിലും ഇപ്പോൾ നമ്മൾ വളർന്ന് വലുതായിട്ടുള്ളതായിട്ടാണെങ്കിലും ഓർമ്മകളെ മായ്ച്ചു കളയാന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഓർമ്മകളെയാണ് നമ്മൾ മായ്ച്ചു കളയുക. നമുക്ക് മായ്ച്ചു കളയണമെന്ന ആഗ്രഹമുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. എങ്ങനെ നമുക്ക് ഈ ഓർമ്മകൾ ഇനി വേണ്ട, ഈ ഓർമ്മകൾ എന്നെ ബാധിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമല്ലോ. ആ സമയത്താണല്ലോ നമ്മൾ അതിന് വേണ്ടാന്ന് വെക്കുന്നത്. അങ്ങനെയുള്ള ഓർമ്മകളെ നമുക്ക് റെയ്ക്കി ഹീലിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് അത്തരം ഓർമ്മകളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ചിന്തകളിൽ നിന്നും നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കും. അതാണ് നെഗറ്റീവ് മൈൻഡ് ചേഞ്ചിങ്. അതാണ് നെഗറ്റീവ് മൈൻഡ് ചേഞ്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്, ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഇതിനി ഓർക്കണ്ട, ഇനി മറന്നു കളയാം. പക്ഷെ നമ്മൾ എന്നാണ് അത് ഓർക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ അന്നായിരിക്കും നമ്മൾ അതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്. അതെ. അപ്പോ നമുക്ക് അങ്ങനെ ഒരു മറക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മറക്കാൻ സാധിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അത് സാധ്യമാകുന്നതെന്ന് പറഞ്ഞാല്, ഒന്ന്, നമ്മൾ ഈ ആൾക്ക് ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്കിങ്ങനെ ഒരു മോശം ഒരു സ്വഭാവമുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ കണ്ടത്, അല്ലെങ്കിൽ അത് എൻ്റെ കാഴ്ചകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ വന്ന സംഭവമാണ്, അതിപ്പോഴും എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല, അതങ്ങനെ വളർന്ന് വലുതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചില മർഡറുകൾ കാണാം, തൂങ്ങി മരണം, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഒക്കെ കാണാം, അല്ലെങ്കിൽ ആരെങ്കിലും ഭയപ്പെടുത്തുക, അങ്ങനെയൊക്കെ ഉള്ള പീഡിപ്പിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തിക്ക് അത് അയാളുടെ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഓർമ്മകളായിട്ട് അവരിലേക്ക് വരാം. അതൊരു നെഗറ്റീവ് ചിന്തയാണ്. അത് അവരെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോയേക്കാം. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഒരു കാര്യം ചെയ്യാം, എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതല്ല, അവർക്ക് ഓർമ്മയില്ല, എന്താണെന്ന് അറിയില്ല, പക്ഷെ അവർക്ക് വളരെയധികം ഭയപ്പെടലും ആശങ്കയൊക്കെയാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പം ഞാനത് പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഒരു ഫോട്ടോ അയക്കും, ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കതിനെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം അത് ആ ഹീലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവരുടെ മനസ്സിൽ നിന്ന് ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ, ആ ഓർമ്മകളെ എടുത്ത് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇനി ഒരിക്കലും നമുക്ക് ആ ഇൻസിഡന്റ് ഓർമ്മ വരില്ല എന്നാണോ, അത് നമ്മളെ ബാധിക്കില്ല എന്നാണോ? ബാധിക്കില്ലെന്ന് തന്നെ വേണം പറയാൻ. ഇതിനും ഒരു ടെക്നിക്കുണ്ട്. കാരണം ഈ സംഭവം നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ ഞാൻ ഇതിനകത്തൊരു പ്രോഗ്രാമിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഒരു 7 ടൈമാണ് അതിൻ്റെ പ്രോഗ്രാമിങ്. അതായത് 7 പ്രാവശ്യമെങ്കിലും നമ്മൾക്ക് ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവളുടെ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 7 പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതിൽ കൂടുതലും നമുക്ക് ഒരു 3-4 പ്രാവശ്യങ്ങൾ കൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട്, അതായത് ആ ഓർമ്മകളെ മായ്ച്ചു കളയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അഥവാ കൂടെ വീണ്ടും വരുന്നുവെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ അതിനെ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ച് അതിനെ വേണ്ടതായിട്ട് അവർ പറയുമ്പോൾ പൂർണ്ണമായിട്ടും പോയിട്ടില്ല, ചെറുതായിട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കത് കട്ട് ചെയ്ത് കളയാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ പൂർണ്ണമായിട്ടും അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ റേക്കി ഹീലിംഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ, നമുക്കിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയാണെങ്കിലും
മാനസികമായി നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുകയാണെങ്കിലും റേക്കി ഹീലിംഗ് വഴി നമുക്ക് അത് ഹീൽ ചെയ്തെടുക്കാം. അതിന് എത്ര ദൂരെയുള്ള ആളാണെങ്കിലും അടുത്തുള്ള ആളാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് റേക്കി ഹീലിംഗിന്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്? ഒന്ന്, റേക്കി ഹീലിംഗിന്റെ ബെനിഫിറ്റിനെ പറ്റി പറയുന്നതിന് തൊട്ട് മുമ്പ് പറയേണ്ടത്, ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് ഓരോ വ്യക്തികൾക്കും. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഓരോന്നിനും സ്പെഷ്യലിസ്റ്റ് ആണ് ഇപ്പോൾ, അല്ലേ? ഐ സ്പെഷ്യലിസ്റ്റ്, ത്രോട്ടിന്റെ സ്പെഷ്യലിസ്റ്റ്, ബോൺ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ റേക്കിയെ സംബന്ധിച്ച് ഏതൊരു പ്രശ്നം മാനസികമായാലും ശാരീരികമായാലും ഓൾ ഇൻ ഓൾ ആണ് നമ്മൾ. അത് ഈ ഒരു റേക്കി മാസ്റ്റർ ആണോ, നല്ലൊരു ഹീലർ ആണെങ്കിൽ, മാസ്റ്റർ ആവണമെന്നൊന്നുമില്ല, റേക്കി ഹീലർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണോ ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ഒരു പ്രശ്നം, ഒരു വേദന ആയിക്കോട്ടെ, മാനസിക പ്രശ്നം ആയിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള മുറിപ്പെടുത്തലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, എന്താണ് നിങ്ങൾക്ക് കുറവുള്ളത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, ആ പ്രശ്നത്തിൽ നമുക്ക് ഹീലിങ്ങിലൂടെ മാറ്റാനായിട്ട് സാധിക്കും. ഇന്നതിന് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഈവൻ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളില്ലാത്ത അവർക്ക് പോലും ഈ ഹീലിങ്ങിലൂടെ ഒരു മെഡിസിനും കഴിക്കാതെ ഈ ഹീലിങ്ങിലൂടെ കുട്ടികൾ ഉണ്ടാവുന്നുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ വരെ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ റേക്കി ഹീലിംഗ്. ഇപ്പൊ സാറിന്റെ അടുത്ത് വന്ന ഏതെങ്കിലും ക്ലയൻസിനെ അത്രയും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിൽ ജീവിച്ച് അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? കുട്ടികളുടെ കാര്യത്തിലാണോ? പൊതുവെ പല കാര്യങ്ങൾക്കും ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനല്ല പറയേണ്ടത്, ശരിക്കും എക്സ്പീരിയൻസ് ഞാനല്ല പറയേണ്ടത്. കാരണം ഒരു റിസൾട്ട് കിട്ടിയ ഒരുപാട് ആളുകളാണ്. അവരാണ് ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന റിസൾട്ട് കിട്ടി, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചവരാണ് ഞങ്ങൾ. പക്ഷെ റേക്കി ഹീലിങ്ങിന് പോയിട്ട് വിധേയനായതിനു ശേഷം ഞങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് അവരാണ് പറയേണ്ടത്. എങ്കിലും ചില കാര്യങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റേക്കി ഹീലിങ്ങിനോട് കുട്ടികളില്ലാത്ത അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇപ്പൊ ചില ആളുകൾക്ക് ശ്രമണം ഉണ്ടാവാത്ത ആണുങ്ങളെ സംബന്ധിച്ച് ശ്രമണം ഉണ്ടാവും, ചിലപ്പോൾ അണ്ടോൽപാദനം ഇല്ലാത്ത സ്ത്രീകളായിരിക്കും. ഇവിടെ സംബന്ധിച്ച് നമ്മൾ റേക്കി ഹീലിങ്ങിലൂടെ സുഖപ്പെടുത്തുമ്പോൾ ആണിനെ മാത്രമല്ല നോക്കുന്നത്, അതായത് പുരുഷനെയും സ്ത്രീയെയും നോക്കണം. രണ്ടുപേരെയും കൂടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് അവർക്ക് ഹീലിംഗ് കൊടുക്കുന്നത്. അതിന് ചില ടെക്നിക്കുകൾ വേറെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലാണ് അത് ചെയ്യുന്നത്. അത് ഉണ്ടായിട്ട് ഇപ്പം കുട്ടികളും 5-6 വയസ്സ് എത്തി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും വിളിച്ചിട്ട് മരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് മരുന്നുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെ വല്ല മെഡിസിനും മരുന്നൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ പറയും, അയ്യോ മരുന്നൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോഴേക്കും കുറേ സാമ്പത്തിക നഷ്ടവും ഒക്കെ വന്നിട്ടുണ്ടാവും. ഏജ് ചിലപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞാൽ ഉണ്ടാവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ കർമ്മഫലം എന്നേ പറയുള്ളൂ. ആ കർമ്മദോഷമാണ് അവരെ അത് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ രോഗത്തിനാണെങ്കിൽ വിളിക്കുന്നവരാണ്. ചില ആളുകൾ പറയും എനിക്ക് നടുവേദനയാണ്, മുട്ടുവേദനയാണ്, ഭയങ്കരമായിട്ട് തലവേദനയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ പല സ്ഥലങ്ങളിൽ പോയിട്ട് അന്വേഷിച്ചിട്ടും നടക്കാതെ വരുമ്പോഴാണ് വീണ്ടും എൻ്റെ അടുത്ത് മാത്രമല്ല, ഞാൻ നമ്മുടെ അടുത്ത് എന്ന് പറയുന്നതിലല്ല കാര്യം, ഞങ്ങളെപ്പോലുള്ള ആളുകളിലേക്ക് വരുന്നതിൻ്റെ കാരണം അപ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് ആ സമയമായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കർമ്മം ദോഷമുണ്ട്, ചിലപ്പോൾ അവർക്ക് ആ കുട്ടികൾ ഉണ്ടാവാതെ വരാം, അല്ലെങ്കിൽ ആ രോഗം ഭേദപ്പെടാതിരിക്കാം. ഇപ്പം ഞാൻ പല ആളുകളോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ കർമ്മദോഷത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കർമ്മഫലം കൊണ്ടല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു അസുഖത്തിന് പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ചാലും ആ മരുന്നിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഏത് മെഡിസിൻ ആണെങ്കിലും. പക്ഷെ പല പ്രാവശ്യം നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും വർഷങ്ങളോളം മരുന്ന് കഴിച്ചിട്ടും നിങ്ങൾക്ക് കുറവില്ലാതെ വന്നാൽ, ആ അസുഖം ഭേദപ്പെടാതെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും അതൊരു നെഗറ്റീവ് പ്രോബ്ലംസ് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ കർമ്മഫലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രാരബ്ധ കർമ്മങ്ങൾ, ഈ സഞ്ചിത കർമ്മങ്ങൾ, അതിങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങൾ നമുക്കുണ്ട്. ഈ കർമ്മങ്ങളുടെ ഫലമായി വരുന്ന ദോഷങ്ങൾ ഈ റേക്കി ഹീലിംഗ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ്. റേക്കി ഹീലിങ്ങിലൂടെ മാറ്റിയെടുക്കാനായിട്ട് പൂർണ്ണമായിട്ട് സാധിക്കും. പക്ഷെ ഒരു കർമ്മദോഷത്തെ ഒരാളുടെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. ആ കർമ്മദോഷമാണ് എങ്കിൽ ജന്മകർമ്മഫലം ഉണ്ടാവാം, പ്രസന്റ് കർമ്മഫലം ഉണ്ടാവാം,
അത് അവർ അനുഭവിച്ച് തന്നെ തീരണം. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഡെപ്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഹീലിങ്ങിലൂടെ. അതായത് ജ്യോതിഷം പോലെ തന്നെയാണ്. നമ്മൾ വരാൻ പോകുന്ന ഒരു സംഗതിയെ നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ആ വഴി പോകണ്ട എന്ന് വരെ വ്യക്തി പറയുകയാണെങ്കിൽ നല്ലതല്ലാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ എളുപ്പ വഴി പോകാനും നല്ല സുതാര്യമായിട്ട് നല്ല വഴി പോകാനും ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു. ആ വഴി പോയാൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് റേക്കി ഹീലിങ്ങും. പക്ഷെ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു കർമ്മദോഷമല്ലാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ കർമ്മദോഷം ഉള്ളതായിക്കോട്ടെ അതിനുമുണ്ട് ചില റെമഡീസ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, ഇന്ന രീതിയിലൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ അവർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കർമ്മദോഷത്തിൻ്റെ ഡെപ്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് കൂടാതെ ചില നെഗറ്റീവ് എനർജിയുടെ കാര്യം പറഞ്ഞു. നെഗറ്റീവ് എനർജി, അതിനകത്ത് നെഗറ്റീവ് എനർജി നമ്മൾ സാധാരണ രീതിയിൽ റേറ്റിയിൽ പറയുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് മാത്രമേ പറയുള്ളൂ. അതല്ലപ്പോൾ ജ്യോത്സ്യന്മാരോ മറ്റു തന്ത്രികളോ അവരൊക്കെ പറയുന്ന സമയത്ത് പറയും ബാധയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഭിചാരം ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള വേർഡ്സാണ് അവർ ഉപയോഗിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചതല്ല. ഒരു നെഗറ്റിവിറ്റി എന്നാണ് പറയുന്നത്. എനിക്കൊരു നെഗറ്റിവിറ്റി ബാധിച്ചിട്ടുണ്ട്, അത് ഈ സ്കാനിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുശേഷം ഇപ്പം ഞാൻ സാധാരണ രീതിയിൽ പല റേക്കി മാസ്റ്റേഴ്സും റേക്കി ഹീലേഴ്സും ഒക്കെ പറയുന്നത് 21 days അതിൽ കൂടുതലൊക്കെ ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത്രയും ദിവസം ഹീലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വിളിക്കും. അവരെയൊക്കെ ചിലപ്പോൾ ഓരോ ഹീലിംഗ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറൊക്കെ എടുക്കും. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ എടുക്കും. അത്രയും ആളുകളെ ഹീല് ചെയ്യാൻ അത്രയും സമയം വെച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ ടയേർഡാവും. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടത്താനായിട്ട് സിദ്ധ മൂലികയിൽ ചില നെഗറ്റീവ് എനർജിയെ ക്ലെൻസ് ചെയ്ത് കളയുന്നതിന് വേണ്ടി ചില മെത്തേഡ്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഹീലിംഗ് പ്രോസസ്സിന് വിധേയമാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു റിസൾട്ടും ഒരു ആശ്വാസവും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പോ അങ്ങ് പറഞ്ഞല്ലോ സ്കാൻ ചെയ്യുക. എങ്ങനെയാണ് ഒരാളെ സ്കാൻ ചെയ്യുന്നത്? അതിനൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടോ? അതോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്? പല ആളുകളും പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. റേക്കി പഠിച്ചവർ കൂടുതലും പ്രാണിക് ഹീലേഴ്സും റേക്കി ഹീലേഴ്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനത് ഉപയോഗിക്കുന്നത് പെൻഡുലമാണ്. പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെൻഡുലമാണത്. ഈ പെൻഡുലം എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയുന്നതാണ്. ഇത് ഞാൻ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചു തരാൻ പറയുന്നുണ്ടാവും. ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിദേശത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അവരുടെ ചെറിയൊരു വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഇവിടെ വന്നു പോകാമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ അയക്കാൻ പറയും. ഈ ഫോട്ടോ അയച്ചു കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഓറയെ ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം അവരെ സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചക്രകളിലെ ഏതാണ് ഇൻബാലൻസിങ് ആയിട്ടിരിക്കുന്ന ചക്രാസ് അതിനെ അറിയാനായിട്ട് സാധിക്കും. ഇത് മുജ്ജന്മ കർമ്മഫലം കൊണ്ടാണോ ഇവർ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, അത് പ്രസന്റ് കർമ്മഫലം കൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ടാണോ എന്ന് കൃത്യമായിട്ട് നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ സാധിക്കുമോ? അറിയാൻ സാധിക്കും. അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മുറി ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. ഈ മുറിയുടെ അവസ്ഥ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ പെൻഡുലം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റൂമോ നിങ്ങളുടെ സ്റ്റുഡിയോ പോസിറ്റീവ് എനർജി ഉള്ളതാണോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇത് പോസിറ്റീവാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന് നെഗറ്റീവ് ആക്കാൻ, അതായത് നെഗറ്റീവായിട്ട് ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും എന്താണോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇരിക്കുന്ന സാധനം അതിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ആ ചപ്പൽ കൊണ്ടുവരൂ, ഒന്ന് പുറത്തുനിന്ന് ചപ്പൽ കൊണ്ടുവരൂ. ചപ്പൽ കൊണ്ടുവരൂ. നിങ്ങൾ അകത്ത് കയറി. അത് കാലിൽ ഇടാമായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. മനസ്സിലാവുന്നു, നെഗറ്റീവായി. ഇത് തന്നെ നിങ്ങൾ ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ചക്രാസ്, ഇപ്പോ ശില്പയുടെ ചക്രാസ് ഞാനൊന്ന് സ്കാൻ ചെയ്യണം. ചക്രാസ് മാത്രം കേട്ടോ, അല്ലാത്ത എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല കേട്ടോ. ഒരു സെക്കൻഡ്.
കൈ ക്രോസ് ചെയ്യേണ്ട, കൈ മലർത്തി മടിയിൽ വെക്കും, മലർത്തി മടിയിൽ വെക്കും കേട്ടോ. കാലുകൾ ടച്ച് ചെയ്യരുത്. ഇപ്പൊ ശില്പയുടെ ക്രൗൺ ചക്ര, സഹസ്രാര ചക്ര, അതായത് ഡിവൈൻ ചക്ര എന്നൊക്കെ പറയും, നമ്മുടെ മൂർധാവ്, അതെ, അത് ഡൗൺ ആണ്. ഡൗൺ ആണ്. അതെന്തോ ബാക്കി എല്ലാ ചക്രയും ആക്റ്റീവാണ്. അപ്പൊ അത് ഡൗൺ ആയാൽ എന്താണെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യില്ല. ഈശ്വര വിശ്വാസത്തിൽ കുറവാണ് കാണിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? പൂർണ്ണതയില്ല. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. വേറെ ദോഷങ്ങൾ എന്തെങ്കിലും, വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതിന്? അത് കുഴപ്പമല്ല, കാരണം നമുക്ക് ഈശ്വരീയമായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് കിട്ടില്ല. കാരണം ഒരു വിശ്വാസക്കുറവ് വരും. ക്ഷേത്രങ്ങളിൽ പോവുക, അങ്ങനെ ആരാധന നടത്തുക, അത് കുറവായിരിക്കും. അത് ആക്റ്റീവായിരുന്നാൽ കൂടുതലും വഴിപാടുകൾ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കുറവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബാക്കി എല്ലാ ചക്രാസും ആക്റ്റീവാണ്. ഓക്കെ, താങ്ക് യു.